വായന എന്ന് പറയുന്നത് ചിലവർക്കതൊരു ഹോബിയാണ്, ചിലർക്കതൊരു ശീലമാണ്. നമ്മൾ വായിക്കുന്ന പല ബുക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ബുക്കുകളായിരിക്കണം. ചിലർ നോവലുകൾ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കാം, ചിലർ പഞ്ചാംഗം പോലത്തുള്ള ചില അറിവുകൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് എന്നാൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. നമ്മൾ ലൈഫിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളും മറികടക്കാൻ നമ്മളുടെ ഉള്ളിലുള്ളൊരു മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള ബുക്കുകളാണ് ഞാൻ കൂടുതൽ വായിക്കാറുള്ളത്. അപ്പോൾ അതിൽ യു ക്യാൻ എന്ന് പറഞ്ഞൊരു ബുക്ക്, ജോർജ് മാത്യുവിൻ്റെ, അത് പരിഭാഷപ്പെടുത്തിയതാണ് കൃഷ്ണ വാര്യർ ആണത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് വരാവുന്ന പല പ്രശ്നങ്ങളെയും ഓരോ വരികളിലൂടെയും നമുക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു പാരഗ്രാഫാണെങ്കിൽ പോലും അതിനുള്ളിൽ നമ്മുടെ ഉള്ളിൽ സ്വാധീനിക്കുന്ന ചില വാചകങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. എല്ലാം ശരിയാകുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്കുള്ള സാധ്യതകളെ തുടർന്ന് കാണിച്ചു തരികയാണ്. നമ്മൾ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിനി മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്, ഇനി പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് പല ആളുകളും തോറ്റു എന്ന തോന്നലിൽ വീണ്ടും തോറ്റുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ നിങ്ങളുടെ അനുഭവങ്ങൾ മോശമായിരിക്കാം, അതുകൊണ്ട് ഇനി വരുന്ന അനുഭവങ്ങൾ ഒരിക്കലും മോശം ആവണമെന്നില്ല. അത് ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ കൊണ്ട് അതിനെ മാറ്റിയെടുക്കാം. തിങ്ക് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ വരികളിലും ഓരോ സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച സന്ദർഭങ്ങളായിട്ട് വളരെയധികം സ്വാമി നമുക്ക് തോന്നിപ്പോകും. നമുക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോവാൻ ഒരു പ്രതീക്ഷ തരുന്ന കുറച്ച് വാചകങ്ങളൊക്കെയാണ്. എന്തായാലും നിങ്ങൾ ഈ ബുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വായിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ പ്രതീക്ഷകൾക്ക് ചാൻസ് ഉണ്ടായിരിക്കും. ഈ ബുക്ക് ഒരുപക്ഷെ സങ്കടങ്ങളിൽ പ്രത്യേകം വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് അനുഭവപ്പെടാൻ സാധിക്കും. സങ്കടങ്ങളല്ല, നിങ്ങളത് വായിക്കുക ബുക്ക്. ആ വാക്കിലുള്ള വാചകങ്ങൾ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല പോസിറ്റീവായിട്ടുള്ള ബുക്കുകൾ വായിക്കാം.